ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എനിക്ക് ഈ നാട്ടിൽ നല്ല സ്വീകാര്യതയാണുള്ളത്. കാരണം ഇതിന് 25 വയസ്സ് വരെ ഞാനൊരു തൊഴിലതിനായാണ് നിന്നത്. അങ്ങനെയായിരുന്നു എന്നെ പലരും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എല്ലാവർക്കും എന്നോട് വളരെ കാര്യവും മറ്റുമാണ്. അതായത് ഒരു ജോലിക്കാരനാകുന്ന പോകുന്നു എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടായിരിക്കണം അവർക്ക് പെട്ടെന്ന് എല്ലാം നല്ല രീതിയിൽ എന്നോട് പെരുമാറുകയും മറ്റും ചെയ്യുന്നത്. എൻ്റെ പേര് ആദർശ് മുരളി. ഞാനിവിടെ കൊല്ലം ജില്ലയിലെ പട്ടായിലാണ് താമസിക്കുന്നത്. ഇക്കഴിഞ്ഞ LPST പരീക്ഷയിൽ പത്തനംതിട്ട ജില്ലയിലെ 7ാം റാങ്ക് എനിക്ക് കിട്ടുകയുണ്ടായി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ PSC ലക്ഷ്യം വെച്ച് അങ്ങനെ കടന്നു വന്നതൊന്നുമല്ല. എനിക്ക് ഇതേപോലെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിങ്ങനെ നിന്നപ്പോൾ അവിചാരിതമായിട്ട് ഞാൻ ചേർന്നായിരുന്നു ഈ TTC. അങ്ങനെ അത് പാസ്സായപ്പോൾ തന്നെ ഒരു പരീക്ഷ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അതിലേക്ക് പോയതാണ്. ഞാൻ സത്യത്തിൽ എനിക്ക് ഫോഴ്സിനോടായിരുന്നു താല്പര്യം. ഞാൻ എൻ്റെ കൊച്ചുനാൾ തൊട്ട് ഏതെങ്കിലും ഒരു ഫോഴ്സിൽ കയറണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. എനിക്ക് അധ്യാപനത്തോടെ അന്ന് അത്ര ഒരു താല്പര്യമില്ല. പക്ഷേ ഈ TTC സമയത്ത് എനിക്ക് എന്തുകൊണ്ടോ അധ്യാപനത്തിലേക്ക് തിരിയാൻ അതിയായ മോഹമുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ അധ്യാപനത്തിലേക്ക് തിരിഞ്ഞത്. എൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഞാൻ എൻട്രി ആപ്പിൻ്റെ ഒരു ലെസൺ പ്ലാൻ ഉണ്ടായിരുന്നു. ഈ എത്ര ദിവസം കൊണ്ട് ഇന്നത് തീർക്കാവുന്നൊരു ലെസൺ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 150 ദിവസത്തെ പ്ലാനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 150 ദിവസം ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ആപ്പിലുണ്ടായിരുന്നു. അങ്ങനെ ആപ്പിലെ ക്ലാസ്സുകളാണ് ഞാൻ മൊത്തമായിട്ട് കണ്ടത്. പിന്നെ റാങ്ക് ഫയലും മറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതലും ഞാൻ കണ്ടത് ക്ലാസ്സുകളായിരുന്നു, റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു. അങ്ങനെ അത് 150 ദിവസം കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റി. പിന്നീട് ഏറ്റവും സഹായിച്ചതെന്ന് വെച്ചാൽ എൻട്രി ആപ്പിലെ കുറേ പരീക്ഷകളാണ്. അതായത് മോഡൽ എക്സാംസ് വളരെയധികം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് മോഡൽ എക്സാംസ് ചെയ്യാൻ പറ്റി. ഒരു ദിവസം തന്നെ 10ഓളം മോഡൽ എക്സാംസ് ചെയ്യാൻ പറ്റി. അങ്ങനെ അത്രയും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ എനിക്കത് കിട്ടി. അതെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പരീക്ഷയിൽ. ഇത് ഞാൻ പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഏകദേശം ഒരു ദിവസം ഒരു 10 മണിക്കൂറോളം ഞാൻ പഠിക്കുമായിരുന്നു. അതായത് ഞാൻ കൂടുതൽ സമയം ഞാൻ രാത്രിയിലായിരുന്നു പഠിക്കുന്നത്. ഒരു 11:30 തൊട്ട് ഒരു 4 മണി വരെ ഒക്കെയായിരുന്നു ഞാൻ കൂടുതലും പഠിക്കുന്നത്. കാരണം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രിയിലായിരുന്നു ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഒരു 6 മാസത്തോളം മാത്രമേ ഞാനിത് പഠിച്ചിട്ടുള്ളൂ. 6 മാസം, കറക്റ്റ് 6 മാസത്തെ പരീക്ഷയും വന്നു. അങ്ങനെയായിരുന്നു. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്കും മറ്റ് പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു ഗവൺമെൻറ് ജോലി എന്തുകൊണ്ട് നേടണമെന്ന് വെച്ചാൽ ഈ കോവിഡ് കാലം നമ്മൾ കണ്ടതാണ്. അതായത് ബാക്കി എല്ലാ ഫീൽഡിലുള്ളവർക്കും ഇത് അഫക്റ്റ് ചെയ്തപ്പം ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ അവിടെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു സെക്യൂർ ആവണമെങ്കിൽ ഗവൺമെൻറ് ജോലിയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് സ്കൂളിലും മറ്റുമാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഈ ഗവൺമെൻറ്റിനെ തന്നെ നമ്മൾ സെർവ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു കടമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ വെളിനാടുകളിലോട്ടും മറ്റും കടന്ന് മറ്റുള്ള സമ്പദ്ഘടനയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എനിക്ക് ഈ നാട്ടിൽ നല്ല സ്വീകാര്യതയാണുള്ളത്. കാരണം ഇതിന് 25 വയസ്സ് വരെ ഞാനൊരു തൊഴിലതിനായാണ് നിന്നത്. അങ്ങനെയായിരുന്നു എന്നെ പലരും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എല്ലാവർക്കും എന്നോട് വളരെ കാര്യവും മറ്റുമാണ്. അതായത് ഒരു ജോലിക്കാരനാകുന്ന പോകുന്നു എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടായിരിക്കണം അവർക്ക് പെട്ടെന്ന് എല്ലാം നല്ല രീതിയിൽ എന്നോട് പെരുമാറുകയും മറ്റും ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും എന്താണ് ജോലി എന്നൊന്നും ചോദിക്കാറില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ് ഇതേപോലെ റാങ്ക് ലിസ്റ്റ് വന്നു. അതേപോലെ തന്നെ അധ്യാപന മേഖല എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞങ്ങളുടെ ഇടയിൽ തന്നെ പറയുന്നത്. കാരണം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് പഠിപ്പിക്കുകയല്ല, വാർത്തെടുക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഈ LPSTയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പ്രധാനമായും ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജി ആയിരുന്നു. സൈക്കോളജി ഏകദേശം 20 മാർക്കിനോളം സൈക്കോളജി ഉണ്ട്. അപ്പോൾ അതൊരു ക്രൂഷ്യൽ പോയിൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ എൻട്രിയുടെ സൈക്കോളജിയാണ് ഞാൻ കൂടുതലായിട്ട് ഫോളോ ചെയ്തത്. റാങ്ക് ഫയലിലേത് ഒരു പരിധിവരെ ഒരു കാഠിന്യമുള്ളതായിരുന്നു. പ്രധാനമായും നാസിൻ സാറിൻ്റെ ക്ലാസ്സുകളാണ് ഞാൻ കേട്ടിരുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഞാൻ ഒരു 11 മണി തൊട്ട് 4 മണി വരെയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ ഹവറും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1-2 മണിക്കൂർ ഞാൻ സൈക്കോളജിക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സൈക്കോളജിയിൽ നിന്ന് ഏകദേശം ഒരു 18 മാർക്കോളം കിട്ടുകയുണ്ടായി. വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു.
ഞാനിത് ഈ വരുന്നതിന് മുമ്പ് വരെ ഇതേപോലൊരു റാങ്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ദിവസം പഠിച്ചു, നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല, കുഴപ്പമില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്നാണ്. അതായത് ഒരു പരിധി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വന്നു തുടങ്ങും. ആ ഒരു പോയിന്റിൽ എത്താൻ വേണ്ടിയല്ല ശ്രമിക്കുക, അതിന് മുമ്പേ നമ്മൾ കൊഴിഞ്ഞു പോയാൽ നമ്മളുടെ ലൈഫാണ് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മളുടെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കാണുക. ഇത് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ചിട്ടയായ പരിശീലനവും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ ആർക്കും ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ സ്വപ്നം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ.